കൊച്ചി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ആവശ്യത്തിൽ ഉറച്ച സിപിഐ ദേശീയ നേതൃത്വം. ന്യായമായ ആവശ്യമെന്ന് ഡി രാജ. സിപിഐക്ക് അർഹതയുണ്ട്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനമെന്ന ആവശ്യത്തിൽ ഉറച്ച സിപിഐ ദേശീയ നേതൃത്വം. ഇതൊരു ന്യായമായ ആവശ്യമാണെന്നും LDFന്റെ പ്രധാന ഘടകകക്ഷിയാണ് സിപിഐ എന്നും ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിലെ നേതാക്കളിൽ നിന്നും ചർച്ചയുടെ പുരോഗതി തേടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സഭാ തർക്കം മുഖ്യമന്ത്രിക്ക് പ്രശ്നപരിഹാരത്തിന് സാധിക്കും. VD സതീശന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്ത് ഓർത്തഡോക്സ് സഭ. ഓർത്തഡോക്സ് യാക്കോബായ സഭ തർക്കം പരിഹരിക്കുവാൻ മുൻകൈ എടുക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്ത് ഓർത്തഡോക്സ് സഭ. സർക്കാരുമായി യോജിച്ചു പോകുവാൻ സഭ തയ്യാറാണ്. നിയമവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് കോടതി വിധികളുടെ അടിസ്ഥാനത്തിലുള്ള പ്രശ്ന പരിഹാരത്തിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഓർത്തഡോക്സ് സഭ. +1 പരീക്ഷാഫലം മറ്റന്നാൾ പ്രഖ്യാപിക്കും. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് +1 പരീക്ഷാഫലം വെള്ളിയാഴ്ച പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. +1 ഫലപ്രഖ്യാപനം ജൂൺ അവസാന വാരത്തിൽ നിന്നും 2026 ജൂലൈ 15 മാറ്റിയിരുന്നുവെങ്കിലും ഫലപ്രഖ്യാപനം നീണ്ടു. ഇറാനെതിരെ ആക്രമണം കൂടുതൽ കടുപ്പിക്കുവാൻ അമേരിക്ക. ഹോർമുസിന് സമീപത്തെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് 5ാം ദിനവും ആക്രമണം. ഇറാനെതിരെയുള്ള ആക്രമണം കൂടുതൽ കടുപ്പിക്കുവാൻ അമേരിക്ക ഒരുങ്ങുന്നെന്ന് റിപ്പോർട്ട്. ഹോർമുസിന് സമീപം ഇറാന്റെ തെക്കൻ തീരത്തെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് 5ാം ദിനവും അമേരിക്കയുടെ ആക്രമണം തുടരുകയാണ്. യുദ്ധത്തെ സ്വാഗതം ചെയ്യുന്നില്ലെന്നും എന്നാൽ ദേശസുരക്ഷ സംരക്ഷിക്കുവാൻ സജ്ജമായിരിക്കണമെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗേർ ഗാലിബഫ് പറഞ്ഞു. കുവൈറ്റിലും ബഹ്റൈനിലും ഇറാന്റെ ആക്രമണം തുടരുകയാണ്. മൌലികാവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റം. ജന്തർ മന്ദറിലെ CJP പ്രതിഷേധ വേദിയിൽ ഡൽഹി പോലീസ് നിയോഗിച്ച ഫോട്ടോഗ്രാഫർമാർക്കെതിരെ SFI. ജന്തർ മന്ദറിലെ CJP പ്രതിഷേധ വേദിയിൽ ഡൽഹി പോലീസ് നിയോഗിച്ച ഫോട്ടോഗ്രാഫർമാർക്കെതിരെ SFI. ഡൽഹി ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജിയുമായി JNSU മുൻ പ്രസിഡന്റ് ഐഷി ഘോഷ് രംഗത്തെത്തി. സമരവേദിയിൽ എത്തുന്നവരുടെ ചിത്രം പകർത്തുന്നത് മൌലികാവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റമെന്ന് ഹർജിക്കാരൻ ആരോപിച്ചു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. നേറുകേടുകൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് ധിക്കാരമെങ്കിൽ ഞങ്ങൾ ഒരു കൂട്ടം ധിക്കാരികൾ. മുഖ്യമന്ത്രിക്കെതിരെ KSU. ഗവൺമെന്റ് പ്ലീഡർ നിയമന വിഷയത്തിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെ പോർമുഖം കടുപ്പിച്ച് KSU. നെറുകേടുകൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് ധിക്കാരമെങ്കിൽ ഞങ്ങൾ ഒരു കൂട്ടം ധിക്കാരികളെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പ്രതികരണം. ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് KSU ആക്ഷേപങ്ങളെ മുഖ്യമന്ത്രി തള്ളിയിരുന്നു. സർക്കാരിനെതിരെ KSU രംഗത്ത് വന്ന സാഹചര്യത്തിൽ കൂടിയാണ് അലോഷ്യസ് സേവ്യറിന്റെ പോസ്റ്റ്. വഖഫ് ബോർഡ് നിയമാനുസൃതം പുനഃസംഘടിപ്പിക്കാം എന്നാണ് സർക്കാർ നിലപാട്. മന്ത്രി N ഷംസുദ്ദീൻ. വഖഫ് ബോർഡ് നിയമാനുസൃതം പുനഃസംഘടിപ്പിക്കാമെന്നാണ് സർക്കാർ നിലപാടെന്ന് വഖഫ് മന്ത്രി N ഷംസുദ്ദീൻ. വഖഫ് ആക്ട് പ്രകാരമല്ല വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചതെന്ന ഹർജിയിലാണ് കോടതി വിധിയെന്നും ഷംസുദ്ദീൻ പറഞ്ഞു. 4 ഹർജികളുടെ വെളിച്ചത്തിലാണ് കേസുണ്ടായതെന്നും മന്ത്രി പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.